ഇന്ത്യൻ ഫുട്ബോളിന്റെ മക്കയൊന്നുമല്ല, വലിയ ഫുട്ബോൾ പാരമ്പര്യം എടുത്തു പറയാനുമില്ല. പക്ഷേ വയനാട്ടിലെ രണ്ട് സഹോദരങ്ങൾ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച രണ്ട് ക്ലബ്ബുകളിലാണ്. അലക്സ് സജി ISL മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദിന്റെ നായകനാണ്. ആദ്യമായാണ് ഒരു മലയാളി ISL ക്ലബിന്റെ നായകനാവുന്നത്. ഹൈദരാബാദിന്റെ പ്രതിരോധത്തിലെ കുന്തമുനയായ അലക്സ് സ്വപ്നം കാണുന്നത് ഇന്ത്യൻ കുപ്പായമാണ്. ഞാൻ കഴിഞ്ഞ 2 സീസണായിട്ട് ഹൈദരാബാദിൽ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. ഇപ്പം എൻ്റെ ആകെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇതിൽ നന്നായിട്ട് കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് കളിക്കുമ്പോൾ എന്തായാലും അതനുസരിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് ഓപ്പർച്യൂണിറ്റികൾ വേറെ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അലക്സ് സജിയുടെ ഫുട്ബോൾ കരിയറിന്റെ തുടക്കം മീനങ്ങാടിയിലെ അക്കാദമിയിലൂടെയാണ്. ആവേശം നിറഞ്ഞ ഗാലറി അലക്സിനെ പിന്നെ കണ്ടത് വയനാട് ജില്ലാ ടീമിൽ കളിച്ചപ്പോഴാണ്. തൃശൂരിലെ റെഡ് സ്റ്റാർ ഫുട്ബോൾ അക്കാദമിയായിരുന്നു മറ്റൊരു വഴിത്തിരിവ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ-16, അണ്ടർ-18 വൈകാതെ സന്തോഷ് ട്രോഫിയും അഭിമാനത്തോടെ കളിച്ചവൻ പിന്നീട് ഗോകുലം കേരളയുടെ ഭാഗമായി. ഗോകുലത്തിന്റെ ഹൃദയത്തിൽ ചാർത്തിയ 2 ഐ-ലീഗ് കിരീടവും ഡ്യൂറൻ കപ്പിലും അലക്സിന്റെ പങ്ക് വലുതാണ്. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന്റെ ക്യാപ്റ്റനുമായി. ഹൈദരാബാദ് എഫ്സിന്റെ ക്യാപ്റ്റൻ ആവുന്നുള്ളത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് ആണ്. അതാണ് എൻ്റെ ഇത്രയും കാലം എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഇത്രയും കാലം ഞാൻ കളിച്ചതിൽ. ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്നാണ് അനിയൻ അലക്സ് സജിയും ഫുട്ബോളിലേക്ക് എത്തുന്നത്. മീനങ്ങാടി അക്കാദമിയിൽ നിന്ന് കളിച്ചു വളർന്ന ശേഷം റിലയൻസിന്റെ അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 6 വർഷത്തിന് ശേഷമാണ് FC ഗോവയിലേക്ക് മാറിയത്. മുന്നേറ്റ താരമായ അലന് പരിക്കേറ്റത് മൂലം ISLന്റെ സീസൺ മുഴുവൻ നഷ്ടമായി. സൂപ്പർ കപ്പിന് മുമ്പ് മാത്രമാണ് ടീമിൽ തിരിച്ചെത്താൻ കഴിഞ്ഞത്. റിലയൻസിൽ പോയം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കളിക്കാനും ഫുട്ബോൾ എന്താണെന്ന് ശരിക്കും മനസ്സിലായത്. ഇപ്പോൾ പഞ്ചായത്തിൽ ഇവിടെ അണ്ടർ-7 or അണ്ടർ-8 അപ്പാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ചേട്ടൻ കളിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ക്യാമ്പിന് പോയി തുടങ്ങിയത്. ഫുട്ബോളിലേക്ക് ഇരുവരെയും കൈപിടിച്ചുയർത്തിയത് മുൻ കായിക താരം കൂടിയായ പിതാവ് സജി ചാക്കോയാണ്. തന്നെ കൊണ്ട് കഴിയാതെ പോയത് മക്കളിലൂടെ നേടിയെടുക്കുകയാണ് അദ്ദേഹം. ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. സന്തോഷം തോന്നുന്നതിന് ഇവരുടെ കളി കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചിരിക്കില്ല. എപ്പോഴും കളി കാണാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കാണുന്നതിനേക്കാളും ടെൻഷനാണ് അവിടെ കളി കാണാൻ പോകുന്നത്. ഫുട്ബോൾ കളിച്ചതിന് വഴക്ക് പറഞ്ഞിരുന്ന അമ്മ സാന്ദ്രയ്ക്കും മക്കളുടെ നേട്ടത്തിൽ ഏറെ അഭിമാനമാണ്. അലൻ സജിയുടെ പരിക്കാണ് അമ്മയെ ഏറെ വേദനിപ്പിച്ചത്. അലക്സ് കളിക്കാൻ പോകുമ്പോൾ ഞാൻ അത്ര കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു പ്രാവശ്യം ഇവന് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയേ മതിയാവുന്ന പറഞ്ഞ് കച്ചറയായി. അങ്ങനെ ലാസ്റ്റ് ഇവനത് കൊടുത്തു വിട്ടു. അന്ന് ഇവന് വയനാട് ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഫുട്ബോൾ എന്ന് കേട്ടാൽ മലപ്പുറം എന്നോ കോഴിക്കോടെന്നോ മാത്രമല്ല, ഇനി വയനാട് മീനങ്ങാടി എന്ന് കൂടി പറയാം. അതിന് തെളിവാണ് അലക്സ് സജിയും അലൻ സജിയും. കൂടുതൽ താരങ്ങൾക്ക് വളർന്നു വരാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഇവരുടെ രണ്ടുപേരുടെയും നേട്ടം. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.